അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അലാ വഅന ഹബീബുല്ലാഹ്, അറിയണേ ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹു കൊടുക്കുന്ന ആൾ എന്നാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഏറ്റവും വലിയ സ്നേഹം അല്ലാഹു കൊടുക്കുന്ന ആൾ, അതാണ് മുത്തുനബി. ആ മുത്തുനബി പറയാണ് ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി മിഅത മറ, ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുന്നുണ്ട്. എത്ര തിരക്കുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ലോകാനുഗ്രഹിയാണ്, ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനാണ്, രാജ്യത്തിന്റെ ആ ലോകത്തിന്റെ ഭരണാധികാരിയാണ്, പ്രവാചകരാണ്, എന്തൊക്കെ നോക്കണം. ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചൊല്ലുന്നുണ്ട് എന്ന് മുത്ത് റസൂൽ തന്നെ കളവ് പറയാത്ത നാവ് കൊണ്ട് പറയുമ്പോ, നമുക്ക് 2 കുഞ്ഞുങ്ങളെ കൂടുതൽ തന്നതുകൊണ്ട് സമയമില്ല, വീട് വലുതായതുകൊണ്ട് സമയമില്ല, ഗസ്റ്റുകൾ ഉള്ളത് കൊണ്ട് സമയമില്ല, നമ്മുടെ സമയം മുഴുവനും നമ്മുടെ മൊബൈൽ കൊണ്ടുപോയി. എല്ലാ സമയവും നമ്മുടെ എല്ലാ സമയവും മൊബൈൽ കൊണ്ടുപോയി, വീടിന്റെ നെറ്റ് കൊണ്ടുപോയി, ഒക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തണം, ദിക്ർ ചൊല്ലണം. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയെങ്കിലാണ് ഖബറിലും സിറാത്തിലും ആഖിറത്തിലും ഒക്കെ നമുക്ക് സമാധാനം കിട്ടും. കാരണം ഇഷ്ടമുള്ള ആളിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ടെൻഷൻ വേണ്ടല്ലോ. അതുകൊണ്ട് അള്ളാന്റെ ഇഷ്ടം വാങ്ങണം. അതിന് ദിക്ർ മസ്റ്റാണ്. സാധാരണ നിത്യജീവിതത്തിലെ ദിക്ർ മാത്രം നമ്മൾ ചൊല്ലി രാവിലെ വൈകുന്നേരം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി ഒരു 100 പ്രാവശ്യം 101 പ്രാവശ്യം വെച്ച് ചൊല്ലിയാൽ അത് തന്നെ മതിയാവും. അങ്ങനെ നിങ്ങൾ 24 മണിക്കൂർ ദിക്ർ ചെല്ലാനൊന്നുമല്ല പറയാ. ഇനിയിപ്പോ ഈ മക്കൾ ലീവിന് വീട്ടിൽ വരുമ്പോ അവരൊക്കെ ദിക്ർ ചൊല്ലും. ഉമ്മാക്ക് അറിഞ്ഞുകൂടെങ്കിൽ നാണക്കേടാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, കുറെ ദിക്റുകളൊക്കെ, കുറെ സ്വലാത്തുകളൊക്കെ പഠിച്ചു വെച്ചോ. സമയമില്ല. രണ്ടാമത്തത് നിസ്കരിക്കുമ്പോ സന്തോഷത്തോടുകൂടി നിസ്കരിക്കുന്നവനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ രണ്ടാമത്തെ അടയാളം. നിസ്കരിക്കുമ്പോ സന്തോഷത്തോടുകൂടി നിസ്കരിക്കുന്നതാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ അടയാളം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക, ഉളൂക്ക് എടുത്ത് ഭയങ്കര പ്രസന്നവദനായി സന്തോഷം. ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ ഓ ബാങ്ക് കേട്ടോ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ ദുഹർ, അതിനു മുമ്പ് അസ്ർ കേട്ടോ എന്ന് പറയാം. ഇത് കടമ നിർവഹിക്കലാണ്, അള്ളാഹയെ പറ്റിക്കലാണ്. പച്ചക്ക് പറഞ്ഞാൽ അള്ളാഹ് നിസ്കരിച്ചില്ല റബ്ബേ എന്ന് പറയൂലേ, അത് പറ്റിപ്പാണ്. ആ പ്രണയത്തിന് ശക്തിയില്ല, ആ പ്രണയത്തിന് ശക്തിയില്ല, ആ പ്രേമത്തിന് ശക്തിയില്ല, അതിന് ത്രാണിയില്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ശക്തമാണ്. അള്ളാഹ്ക്ക് നിങ്ങളോടുമുള്ള ഇഷ്ടം ശക്തമാണെങ്കിൽ നിസ്കരിക്കുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം യഥാർത്ഥമായും ഉണ്ട് എങ്കിൽ നമുക്ക് നിസ്കാരത്തിന്റെ സമയത്ത് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അരിഹനായ ബിലാൽ, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കൂ ബിലാൽ. ബാങ്ക് വിളിക്കൂ എന്നല്ല പറയുന്നത്, പിന്നെന്താ? എന്നെ സന്തോഷിപ്പിക്കൂ ബിലാൽ. ആ വാക്ക് നമ്മൾ ആലോചിച്ച് നോക്കി. അപ്പൊ നിസ്കാരം എന്താണ്? സന്തോഷമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുന്നത് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കൂ ബിലാൽ എന്നാണ്, ബാങ്ക് വിളിക്കൂ എന്നല്ല. അപ്പൊ നിസ്കാരം സന്തോഷമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നാളെ പോലെ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിസ്കരിക്കാനല്ല പറഞ്ഞത്. ബുദ്ധിമുട്ടില്ല, ഭാരമല്ല എനിക്ക് നിസ്കാരം, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ട്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ സ്നേഹം കിട്ടൂല. ഒരിക്കൽ മുത്ത് റസൂലിന്റെ ചാരത്ത് ഒരാൾ ഒന്ന് നിസ്കരിച്ചു. അയാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. അയാൾ ദാടി ചൊറിയുന്നുണ്ട്, വയറ് ചൊറിയുന്നുണ്ട്, അവിടെ ചൊറിയുന്നുണ്ട്, ഇവിടെ ചൊറിയുന്നുണ്ട്, ആകെ മൊത്തം അനക്കവും കുലുക്കവും ഒക്കെയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെയാണ് നീ നിസ്കരിക്കുന്നതെങ്കിൽ സലാം വീട്ടിയിട്ട് ഇറങ്ങി പോകുമ്പോ വീണ്ടും പോയി നിസ്കരിക്കാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. അയാൾ അങ്ങനെ തന്നെ നിസ്കരിച്ചു. ഇങ്ങനെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ നിസ്കാരക്കാരനല്ലാതെ നീ മരിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇഷ്ടത്തോടെ നിസ്കരിക്കുമ്പോ ക്ലോക്കിൽ നോക്കൂല, കുക്കറിൽ വെല്ലി കേട്ടാല് നിസ്കാര കുപ്പായം പൊക്കി പിടിച്ചോണ്ട് ഓടൂല, അടുക്കളയില് പൂച്ച വിളിച്ചാല് എനക്ക് ഉണ്ടാവൂല, എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുലുക്കം ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടക്കുമ്പോ വീട് കത്തി, എല്ലാരും ഓടി. കുറച്ചാൾക്കാർ വെള്ളം ഒഴിച്ചു, വീടിനകത്തുള്ള കുറെ ആൾക്കാർ ഓടി.
എല്ലാം കഴിഞ്ഞപ്പോൾ ഉസൈർ റളിയല്ലാഹു അൻഹു സുജൂദ് തന്നെയാണ്. നമുക്കൊന്നും അതിന് കഴിയൂല, അതിനൊന്നും നമുക്കൊന്നും കഴിയൂല. വെളിയിൽ ബെല്ല് കേട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നിസ്കാരം നിർത്തി ബാക്കി എല്ലാം സംസാരിച്ചിട്ട് ബാക്കി ഒന്ന് നിസ്കരിക്കാൻ തീരുമാനിക്കുന്ന അത്രയും ലോക്കലായിട്ട് നമ്മൾ മാറി. അപ്പൊ നിസ്കാരം അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തത്, നമുക്കൊരു അമല് നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ ആത്മാർത്ഥമായ ദുഃഖമുണ്ടാവുക. അല്ലാഹ് ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചില്ല റബ്ബേ, ഉറങ്ങിപ്പോയല്ലേ പടച്ചോനെ എന്ന് പറഞ്ഞ എല്ലാ ഗ്രൂപ്പിലും എടി ഞാൻ നിസ്കരിച്ചില്ല, എടി ഉറങ്ങിപ്പോയി, ഇക്ക ഞാൻ നിസ്കരിച്ചില്ല, ഇക്ക ഉറങ്ങിപ്പോയി, ഇക്ക വാട്സാപ്പ് ഗ്രൂപ്പിൽ, കുടുംബ ഗ്രൂപ്പിൽ, നാട് ഗ്രൂപ്പിൽ, അങ്ങനെ എല്ലാത്തിലും ഇടാനല്ല. എന്ന് അങ്ങനെ ഇടുമ്പോ എന്താ അർത്ഥം? ഇവള് ഭയങ്കര നിസ്കാരക്കാരിയാണെന്ന് നാട് നഗരം മൊത്തം അറിയും. ഒരു വെടിക്ക് രണ്ട് വശി. അങ്ങനല്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പറയണം, പടച്ചോനെ ഉറങ്ങിപ്പോയ അല്ലാഹ്, മക്കൾക്ക് പനിയായതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് തഹജ്ജുദിന്റെ സമയത്ത് കടന്നുപോയി റബ്ബേ, ഉറങ്ങിപ്പോയി എഴുന്നേക്കാൻ പറ്റിയില്ല, അള്ളാഹു എന്തോരു സങ്കടമാണ് പടച്ചോനെ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ, അല്ലാത്തവർക്ക് അതിന് കഴിയൂല. അതുകൊണ്ടല്ലേ യുദ്ധത്തിന്റെ യാത്രക്കിടയിൽ സൂര്യൻ അസ്തമിച്ച് നമസ്കാരം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോ ആ സൂര്യനെ തിരിച്ചു വിളിച്ചു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ആ നിസ്കാരത്തിന്റെ ആ നഷ്ടപ്പെടലിന്റെ ദുഃഖമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്തിരിത്തോട്ടം നനച്ചുകൊണ്ടിരുന്നപ്പോൾ അസറിന് ബാങ്ക് കേട്ടു. ഈ മരം കൂടി നനച്ചിട്ട് പോകാം, അടുത്ത മരം കൂടി നനച്ചിട്ട് പോകാം. അങ്ങനെ നനച്ച് മുഴുവനും നനച്ചു തീർന്നപ്പോ ജമാഅത്ത് നഷ്ടപ്പെട്ടു. നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടില്ല, ജമാഅത്ത് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ആദ്യത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ പള്ളിയിലേക്ക് ഓടി വന്ന് മുത്തറസൂലിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ആ മുന്തിരിത്തോട്ടം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ സ്വതക്ക തരികയാണ്, അള്ളാഹുവിനെ മറപ്പിച്ച് കളയുന്ന സമ്പത്ത് എനിക്ക് വേണ്ട നബിയെ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു